1879 തമിഴ്നാട്ടിൽ സത്തൻകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തമിഴ്നാട്ടിലെ സത്തൻകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വീട്ടിൽ ഒരു ഭർത്താവും ഭാര്യയും 2-3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ അവിടെയുള്ള ഒരു CMS പള്ളിയിലാണ് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത്. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ചില ഗസ്റ്റുകൾ ആ ചർച്ചിൽ ഉണ്ടായിരുന്നു. ഈ ഗസ്റ്റുകൾക്ക് വേണ്ടി പുരോഹിതൻ സമയം കൊടുത്ത് എന്തിനു വേണ്ടി വന്നു എന്നുള്ളത്. അവർ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ നിന്ന് വന്നവരായിരുന്നു. അവർ ആ പള്ളിയിൽ 1800 നോക്കാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1879 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സമയം കിട്ടിയപ്പോൾ പറഞ്ഞു, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സഭകളിലൊക്കെ സന്ദർശിച്ച് ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വന്നവരാണ്. അടുത്ത വർഷം ഇതേ ദിവസം ഞങ്ങൾ ഈ പള്ളിയിൽ വരും. നിങ്ങൾക്ക് പണം തരാനില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ പട്ടണത്തിൽ കൊണ്ടുപോയി പള്ളികളിൽ അത് ലേലം വിളിക്കാം. അവിടെ നിന്ന് ഞങ്ങൾക്ക് പണം കിട്ടും. ഞങ്ങൾ ആ പണം കൊണ്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വലിയൊരു ആവേശം ഈ ജനത്തിന്റെ ഇടയിലേക്ക് വിതറിയ ശേഷം അവർ മടങ്ങിപ്പോയി. അന്ന് വൈകിട്ട് ഒരു തമിഴ് ഭവനം, മുത്തയ്യ തായരമ്മ, അപ്പന്റെ പേര് മുത്തയ്യ, ഭാര്യയുടെ പേര് തായരമ്മ, ഇതായിരുന്നു ആ വീട്. വീട്ടിൽ വൈകിട്ട് ഒരു നേരമാണ് ആഹാരമുള്ളൂ. ഒറ്റ നേരമേ ആഹാരം ഇടൂ. അത് മിക്കപ്പോഴും വൈകിട്ടാണ്. പകൽ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും. വൈകിട്ട് മാത്രമേ ആഹാരം കഴിക്കൂ. ഒരു ചോറും അല്ലെങ്കിൽ എന്തോ ഒരു കറിയും, ഇത് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി സമയമൊക്കെ ആഹാരമൊന്നുമില്ല. അങ്ങനെ ഒരു ജീവിതമാണ്. വൈകിട്ട് അരി എടുത്ത് അടുപ്പത്തേക്ക് ഇടുവാൻ വേണ്ടി ഈ സ്ത്രീ എടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു നിയോഗം തോന്നിയിട്ട് താൻ അരിക്കകത്തേക്ക് തന്നെ കൈ കടത്തി ഒരു പിടി ഇങ്ങനെ പിടിച്ചിട്ട് അടുത്തിരിക്കുന്ന ഒരു വലിയ ചാക്കിലേക്ക് അവർ അത് വലിച്ചെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബാക്കി എന്ന കരി അടുപ്പത്തിട്ട് ചോറ് വെച്ചു. വൈകിട്ട് വിളമ്പിയപ്പോൾ പ്രൈസ് ദി ലോർഡ് അവർക്ക് ആഹാരം കിട്ടിയില്ല. ആഹാരം തികഞ്ഞില്ല. കാരണം അവർ പിടിച്ചിട്ടത് ഇവരുടെ ആഹാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ അന്ന് രാത്രിയിൽ പട്ടിണി കിടന്നു. പിറ്റേ ദിവസം അവർ പട്ടിണി കിടന്നു. 3-ാം ദിവസം ഒരു കുഞ്ഞിച്ചിരി അവശേഷിപ്പിച്ചു. ആ പറ്റികൾ അവർ തിന്നു. വിശപ്പൊന്നും അടങ്ങിയില്ല. അവർ അത് മാത്രം കഴിച്ചു. 4-ാം ദിവസവും ആരോ അവശേഷിപ്പിച്ച ആഹാരത്തിൽ അല്പം ഈ സ്ത്രീ ഭക്ഷിച്ചു. 5-ാം ദിവസം അവർ പട്ടിണി കിടന്നു. ഇങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. 1 വർഷം കഴിഞ്ഞ തലയാഴ്ചയിൽ പുരോഹിതൻ പള്ളിയിൽ പറഞ്ഞു, അടുത്ത ആഴ്ചയിലാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിക്കാർ വരുന്നത്. നിങ്ങൾ സാധനങ്ങളുമായി വരണം. അവരത് സ്വീകരിക്കുവാൻ വേണ്ടി വരും. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ അടുക്കളയിലേക്ക് കയറിയ ഈ തായരമ്മ എന്ന് പറയുന്ന സ്ത്രീ തന്റെ ഭർത്താവ് മുത്തയ്യെ അകത്തേക്ക് വിളിച്ചിട്ട് അവൾ പറഞ്ഞു, ആ ഇരിക്കുന്ന ഒരു ചാക്ക് കെട്ടങ്ങ് കണ്ടോ? അദ്ദേഹം നോക്കിയപ്പോൾ 1/4 ഭാഗം നിറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൾ ഭർത്താവിനോട് പറഞ്ഞു, അതെടുക്കാൻ എനിക്കിപ്പോൾ ആരോഗ്യമില്ല. ഈ ചാക്ക് കെട്ട് അങ്ങ് ചുമക്കണം. ഇത് നമുക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, എന്താണത്? അവളുടെ മറുപടി, കഴിഞ്ഞ 1 വർഷത്തെ എന്റെ ആഹാരമാണ് ആ ചാക്കിനുള്ളിൽ, എന്റെ ജീവനാണ് ആ ചാക്കിനുള്ളിൽ ഇരിക്കുന്നത്. മുത്തയ്യയ്ക്ക് മനസ്സിലായി. അവൾ വിശദീകരിച്ചു, നമുക്കൊന്നും കൊടുക്കാനില്ല. ഞാൻ വിചാരിച്ചു, എന്റെ ഉള്ളിൽ ഒരു ചിന്ത തോന്നി, എനിക്ക് കഴിക്കാനുള്ള ആഹാരത്തിന്റെ പോർഷൻ മാറ്റാൻ ഞാൻ 1 വർഷം മുമ്പ് തീരുമാനിച്ചു. എന്നും വൈകിട്ട് എന്റെ ആഹാരം ആ ചാക്കിലേക്ക് ഞാൻ നിക്ഷേപിച്ചു. ഇന്ന് എനിക്ക് ആരോഗ്യമില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ തന്റെ ഭാര്യയെ നോക്കുന്നത്. വളരെ ബലഹീനയായി പോയ ഒരു സ്ത്രീ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീ. അടുക്കളയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി എൻ്റെ ഭാര്യയുടെ ശരീരത്തിലുണ്ടായ ഇത്ര വലിയ വ്യത്യാസം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾ വയലിൽ എൻ്റെ കൂടെ നിന്ന് അധ്വാനിക്കുമ്പോൾ തലേ ദിവസം അവൾ ആഹാരം കഴിക്കാതെയാണ് അധ്വാനിച്ചതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലോ എന്ന് ഓർത്ത് അടുക്കളയിൽ നിന്ന് ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞതിന് ശേഷം ആ വലിയ ചാക്ക് കെട്ടെടുത്ത് തന്റെ തലയിൽ വെച്ചു. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി